നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണിയെ നേരിടുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കെട്ടിപ്പൊക്കിയ INDA എന്ന പ്രതിപക്ഷ മുന്നണി ഇതിനോടകം തന്നെ INDA പല വഴിക്ക് പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സീറ്റ് വിഭജന ചർച്ചകളിലടക്കം കാര്യമായ ഒരു പുരോഗതി ഇതുവരെ ഉണ്ടാക്കാനും മുന്നണിക്ക് സാധിച്ചിട്ടില്ല. നമുക്കറിയാം, മുന്നണി രൂപീകരിക്കാൻ മുന്നേ നടന്ന നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ പടിയിറങ്ങി പോയിട്ടുമുണ്ട്. അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ഈ INDA എന്ന പ്രതിപക്ഷ മുന്നണി മുന്നോട്ട് പോകുന്നത്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രതിപക്ഷ മുന്നണി നിലനിൽക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. ബംഗാളിലും ദില്ലിയിലും അടക്കം വലിയ കലാപം ഇവർ തമ്മിൽ നടക്കുന്നുമുണ്ട്. എന്തായാലും ഇപ്പോൾ സീറ്റ് വിഭജനത്തെ ചൊല്ലി INDA സഖ്യത്തിൽ ഉണ്ടായ ഭിന്നതയ്ക്ക് തൊട്ടു പിന്നാലെ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പരാമർശം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും അതിരൂക്ഷ വിമർശനം കോൺഗ്രസിന് നേർക്ക് ഉണ്ടായത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റെങ്കിലും കോൺഗ്രസിന് നേടാനാവട്ടെ എന്നും അവർക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചിരിക്കുന്നത്. രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധികാര കൊതിയിൽ ജനാധിപത്യത്തെ പരസ്യമായി കഴുത്തു ഞെരിച്ചു കൊന്നവരാണ് കോൺഗ്രസ് പാർട്ടി തുടങ്ങിയ വലിയ വിമർശനങ്ങൾ കൂടി, വലിയ രൂക്ഷമായ വിമർശനങ്ങൾ കൂടി മോദി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഡസൻ കണക്കിന് തവണ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിരിച്ചുവിട്ട ഒരു ചരിത്രം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യത്തിന്റെ അന്തസ്സിനെയും ജയിലിൽ നിർത്തിയ പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. പത്രങ്ങൾ പൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് കോൺഗ്രസ്. രാജ്യത്തെ തകർക്കാൻ കോൺഗ്രസ് ആഖ്യാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയുള്ള കോൺഗ്രസ് ആണ് ഇപ്പോൾ ജനാധിപത്യത്തെ കുറിച്ച് BJPക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് എന്ന വലിയ പരിഹാസം നിറഞ്ഞ രൂക്ഷ വിമർശനം തന്നെ മോദി മുന്നോട്ട് വെക്കുന്നു. എന്തായാലും ഇത് ദേശീയ മാധ്യമങ്ങളിലടക്കം ഇതിനോടകം ഇടം പിടിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ചും 40 സീറ്റെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു മുള്ളുള്ള വിമർശനം തന്നെയാണ്. നമുക്കറിയാം, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. തീർച്ചയായും മോദിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു വിമർശനം ഉണ്ടായത് വെറുതെയല്ല. അദ്ദേഹത്തിന് കൃത്യമായ ഒരു രൂപരേഖയുണ്ട്. ബംഗാളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുള്ള ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് BJPക്ക് ഇതിനോടകം തന്നെ അറിയാം. ആകെ അവർക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രവുമാവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.